ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണ് പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ഇപ്പോൾ കൂരിയാട് ഇനി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം, 1 വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? പാലാരിവട്ടം പാലം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു, ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന്. പാലം തകർന്നൊന്നും വീണില്ല. അതിൻ്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ, കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയേനെ, ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ, അവർക്കിപ്പോൾ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് പരാതിയില്ല, പരാതിപ്പെടാനുള്ള ധൈര്യമില്ല. പിണറായി സർക്കാർ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഡി സർക്കാരിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് സർക്കാരിന് ഭയം? സർക്കാർ ആവശ്യപ്പെടണ്ടേ? ഞങ്ങൾക്കൊരു പരാതിയില്ലെന്നാണ് പറയുന്നത്. വ്യാപകമായി ഈ റോഡിനെ കണ്ട് അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടത്തിരുന്ന ആളുകളെ ആരെയും ഇപ്പോൾ കാണുന്നില്ല. ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വലിയ അന്വേഷണം നടത്തണം. ഇത് CBI അന്വേഷണം നടക്കണം. ഗുരുതരമായ ക്രമക്കേടാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എഞ്ചിനീയറിംഗ് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. വിദഗ്ധരായ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം. ഈ കൺസ്ട്രക്ഷൻ കമ്പനികളുമായി ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ഇവർക്ക് ഫേവറുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്, അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിലെ ചില ആളുകളും ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പരാതിയില്ലാത്തത്. ഇവർക്ക് പരാതിയില്ല, പിന്നെ ഭയമാണ് പരാതി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടി.